പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം വളരെ പ്രാധാന്യമേറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് സന്തോഷകരമാണ്. സർ, അങ്ങയുടെ ലിറ്റററി ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു. മലബാറിൽ വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള ഒട്ടനവധി പ്രഗത്ഭരായ സാഹിത്യ പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഒരു നാടാണ്. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഒക്കെ തുടങ്ങിയ മേഖലകളിൽ, മലബാറിൻ്റെ പ്രത്യേകിച്ചും അതേമാതിരി ഉള്ള പ്രദേശങ്ങളിൽ സർ അത്തരം ആളുകളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിറ്റററി സർക്യൂട്ട് ടൂറിസം ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, മലബാർ ലിറ്റററി സർക്യൂട്ട് രണ്ടാം ഘട്ട വികസന പദ്ധതി മലപ്പുറം, അതുപോലെ തന്നെ തിരൂര്, തിരുനാവായ, തൃത്താല ഇങ്ങനെ മേഖല കൂടി ഉൾപ്പെടുത്തുന്നു. തൃത്താല ഇതിൻ്റെയൊക്കെ പ്രാധാന്യം അറിയാം. തുഞ്ചൻപറമ്പ്, തിരൂര്, വള്ളത്തോൾ മെമ്മോറിയൽ, തിരുനാവായ, അതുപോലെ തൃത്താലയിൽ അക്കിത്തമനയും MTയുടെ തറവാട്, മാമാങ്കം നടന്ന നിളയുടെ തീരം തുടങ്ങി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെയൊക്കെ ഈ പദ്ധതിയുണ്ട്. പദ്ധതിയുടെ ഭാഗമായി മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രത്യേക ലിറ്റററി സർക്യൂട്ടിൻ്റെ ഭാഗമായുള്ള ബ്രാൻഡിംഗ്, ലാൻഡ്സ്കേപ്പിംഗ്, സൈനേജ് ബോർഡുകൾ, ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെൻറ്റർ, ഇൻട്രാക്ഷൻ സോണുകൾ എന്നിവ നിലവിൽ വരും. അതുപോലെ ലിറ്റററി സർക്യൂട്ട് രണ്ടാം ഘട്ടം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത്. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ രാജ്യാന്തര പ്രശസ്തി ആർജിച്ച കോട്ടക്കൽ ആര്യവൈദ്യശാലയടക്കം മലബാറിൽ ഒരുപാടേറെ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മലബാറിൽ തന്നെ ഒരുപാടേറെ വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ ആരാധനാലയങ്ങൾ, പ്രശസ്തമായ ആരാധനാലയങ്ങളുണ്ട്. സർ, ഇവയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തിയുണ്ട്. ഒട്ടേറെ വിദേശികൾ ഈ ആയുർവേദ രംഗത്ത് ചികിത്സക്കായി അവിടങ്ങളിലൊക്കെ വരുന്നുണ്ട്, സഞ്ചാരത്തിനായും വരുന്നുണ്ട്. സർ, ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഹെൽത്ത് ആൻഡ് പിൽഗ്രിമേജ് ടൂറിസം ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകുമോ? സർ, പൊതുവെ ലോകത്തിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ചോദ്യമാണ്. വളരെ നല്ല ഒരു വിഷയമാണ് മുന്നോട്ട് വെച്ചത്. സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി ചില കാര്യങ്ങൾ പൊതുവെ ചെയ്തു വരുന്നു. കോവിഡിന് ശേഷം പൊതുവെ വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യത വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വിദേശികൾ ചികിത്സക്ക്, അത് ആയുർവേദം മാത്രമല്ല എല്ലാ നിലയിലും ചികിത്സ തേടി വരുന്നു. അപ്പോൾ വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യതയെ കണക്കാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഒരു പ്രാഥമിക ചർച്ച നടത്തിക്കഴിഞ്ഞു. ആ സാധ്യത ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ കോട്ടക്കലാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായി നമുക്ക് കാണേണ്ടത്. വളരെ നല്ല നിലയിൽ നമുക്കിത് നടപ്പിലാക്കണം. എല്ലാവരും, ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യതയെ വളരെ ഫലപ്രദമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഭാവിയിൽ തയ്യാറാകുന്ന സ്ഥിതിയുണ്ടാവും.